നമസ്കാരം. നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് എപ്പോഴും ഡയറക്റ്റ് എൻക്വയറി ചെയ്ത് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസും ഉണ്ട്. അതല്ലെങ്കിൽ ഹസ്ബൻഡ്സ് എൻക്വയറി ചെയ്ത് പിന്നെ വൈഫ് ജോയിൻ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ പേരൻസ് എൻക്വയറി ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ പേരൻസ് ആയിരിക്കും എൻക്വയറി ചെയ്യുന്നത്. പിന്നെ ചിലർ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് വിശ്വാസക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് അവർ ചോദിക്കും ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ച് അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് നമ്മളെ നേരിട്ട് കണ്ട് വിശ്വാസമൊക്കെ ആയിട്ട് അങ്ങനെ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസും ഉണ്ട്. അതുപോലെ നമുക്കൊരു സ്പെഷ്യൽ സ്റ്റുഡൻ്റ് ഉണ്ട്. നമ്മുടെ ക്ലാസ്സിലേക്ക് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് ഒരു ഫ്രണ്ട് അഡ്മിഷൻ എടുത്തു കൊടുത്ത ഒരു സ്റ്റുഡൻറ്റ്. ഇനി ആരും അഡ്മിഷൻ എടുത്ത് കൊടുത്തതെന്ന് അറിയണ്ടേ? ബാച്ച് 20-ലെ UAE നിന്നുള്ള ബിന്ദു മാമാണ് അഡ്മിഷൻ എടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബിന്ദു മാം അഡ്മിഷൻ എടുത്ത് കൊടുത്തെങ്കിൽ ഇതൊരു സ്പെഷ്യൽ സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്നതിന് ഒരു കാര്യമുണ്ട് കേട്ടോ. അത് ഞാൻ ബിന്ദു മാമിൻ്റെ വോയിസ് തന്നെ കേൾപ്പിക്കാം. മാഡം, എൻ്റെ ഒരു ഫ്രണ്ട് അവളാണ് എന്നെ ഈ രാജി മാഡത്തിന്റെ ക്ലാസ്സിൽ കയറി നല്ലതാണ്, നല്ല ടീച്ചിങ് ആണ്, കയറുന്നു പറഞ്ഞ് എന്നെ മുന്തി കയറ്റിയത്. അപ്പോൾ അവൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വേറൊരു ക്ലാസ്സിലായിരുന്നു പറഞ്ഞില്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ അതൊരു സാറ്റിസ്ഫൈ എന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. പക്ഷേ രാജി മാഡം എടുക്കുന്ന പോലെ അല്ല, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടല്ല അവരൊന്നും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കക്ഷിക്ക് ചേരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഞാൻ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അവളോട് ഞാൻ പറഞ്ഞ 28 വീഡിയോ നീ ചെയ്യുക, വർക്ക് ചെയ്യുക. പക്ഷെ പിന്നെ അവളൊരു 25 പ്രാവശ്യങ്ങൾ അവൾ ഇത് ചേരാനുള്ള ഇൻട്രസ്റ്റ് ആണ് ചെയ്യും. അപ്പോൾ ഞാൻ രാജിമാഡത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഞാൻ പേ ചെയ്യാം, ഇന്ന് തന്നെ പേ ചെയ്യാം. എന്റെ ഇതിൽ തന്നെ ഇട്ട് തരാമോ? കാരണം അടുത്ത ബാച്ചിലേക്ക് ഇടാതെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു വന്നോളാം. അത് ഓക്കെ ആണെങ്കിൽ ഞാൻ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ പൈസ ഇട്ട് തരാം. പ്ലീസ്, ഇത് ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. കാരണം ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് പഠിച്ചു പോക്കോളാം. കാരണം അവൾക്ക് ഭയങ്കര ജീവനാണ് രാജി എന്ന് പറഞ്ഞാൽ. എനിക്ക് അങ്ങനെയെന്ന് വെച്ചാൽ എന്നോട് എപ്പോഴും പറയും, മാഡത്തിന്റെ ക്ലാസ് ഇത് കാണാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് അഡിക്ഷനായി. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. പക്ഷെ അവൾക്ക് എനിക്ക് ഭയങ്കര താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീംലി അങ്ങനെ വേണം, എനിക്ക് പഠിക്കണം, ഞാൻ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജോയിൻ ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം വെച്ചാൽ അവളുടെ ഉള്ളിൽ ഇത് ഭയങ്കര തീക്ഷ്ണമായ ഒരു ആഗ്രഹമായിട്ട് എടുക്കുക. അപ്പൊ ഒരു സർപ്രൈസ് ആയിട്ട് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്തു പോകാൻ പറ്റുള്ളൂ വർക്ക്. അത് ഈ പുള്ളിക്കാരിക്ക് രാജി മാഡത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഭ്രാന്താണ് രാജി മാഡം എന്ന് പറഞ്ഞാല്, ഒരു രക്ഷയില്ലാത്ത. അങ്ങനെ എന്നോട് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഇദ്ദേഹത്തിന്റെ ക്ലാസ്. എല്ലാം ഞാൻ പറയില്ല, എല്ലാ വീഡിയോസും കാണും. ഈവൻ ഇപ്പൊ ഒരു കുഞ്ഞു ഷോർട്സ് ഇട്ടാലും അതുവരെ ഇരുന്ന് കുത്തിയിരുന്ന ഒരു 5 പ്രാവശ്യമെങ്കിലും കാണും. അത് അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവം. ഭയങ്കര ഇഷ്ടം. അത് എന്നോട് പറഞ്ഞു. അപ്പൊ അത്രയും ആഗ്രഹം ഉണ്ടല്ലോ, നമുക്ക് ദൈവത്തിന്റെ കൃപ കൊണ്ട് അത് കുഴപ്പമില്ല, സാധിച്ചു കൊടുക്കുന്നതിന് ഒരു കുഞ്ഞാഗ്രഹമല്ലേ. അപ്പൊ അത് എന്റെ കൂടെ തന്നെ പോകണമെങ്കിൽ നല്ലതാണ്. ഞങ്ങൾ രണ്ടുപേരുടെ ഡിസ്കസ് ചെയ്ത് പഠിക്കുകയും ചെയ്യും. അത് കുഴപ്പമില്ല മാഡം, എനിക്ക് പറ്റുന്നത് ഞാൻ എന്റെ പുള്ളിക്കാരിക്ക് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഇട്ട് കൊടുത്തോളൂ. അത് ആളായിക്കോളും, കുഴപ്പമില്ല. ആൾക്ക് ഓൾറെഡി നീഡിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ജോഷ്ന ആലുവാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ സ്റ്റുഡൻറ്റ്. പുള്ളിക്കാരി നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് 1 മന്തിന് ശേഷമാണ് ബാച്ച് 20-ലേക്ക് ജോയിൻ ചെയ്യുന്നത്. പക്ഷേ 1 മന്ത് ലേറ്റായെങ്കിലും ക്ലാസ്സൊക്കെ നല്ല കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് സൂപ്പറായിട്ട് ചെയ്തു. അസൈൻമെൻറ്റ്സും പ്രോജക്റ്റും എല്ലാം നല്ല സൂപ്പർ പിക്ചേഴ്സ് നല്ല ഫിനിഷിങ്ങിലാണ് കംപ്ലീറ്റ് ചെയ്തത്. നമ്മുടെ കോഴ്സ് പീരീഡ് തീരുന്നതിന് മുന്നേ തന്നെ ആൽബം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ വർക്കൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. താങ്ക്